നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ്. ഒരു ചൊല്ലുണ്ട്, രാവിലെ രാജാവിനെ പോലെ കഴിക്കണമെന്ന്, ഉച്ചയ്ക്ക് ഉഷാറായി കഴിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലരും പറയാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്, ആരോഗ്യം അത് നശിപ്പിക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എനർജി അവന്റെ ഉച്ചഭക്ഷണത്തിലാണ്. രാത്രി നിങ്ങൾ കഴിക്കുന്ന വിശുദ്ധന്മാരായ മുഴുവൻ വിശുദ്ധന്മാരും, വൈദ്യന്മാരായ മുഴുവൻ വൈദ്യന്മാരും, ഡോക്ടർമാരായ മുഴുവൻ ഡോക്ടർമാരും നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിന് വിരുദ്ധമായി രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല റമളാനിൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല റമളാനിൽ. നമ്മൾ റമളാനിലെ ഭക്ഷണം കഴിക്കുന്നത് രാത്രിയാണ്. നമ്മുടെ തീരുമാനങ്ങൾ എന്ന തീരുമാനത്തിൽ നമ്മൾ സാധാരണ ഒരു സന്തുലിത സാഹചര്യം എന്നുള്ള നിലയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പാതിരാത്രി സുബഹിക്ക് മുമ്പ് ആരെങ്കിലും എഴുന്നേറ്റ് മത്തിക്കറിയും ചോറും കഴിക്കുവോ, ആരെങ്കിലും റൊട്ടി കോഴിക്കറി കഴിക്കുവോ, ഉറക്കപ്പിച്ച് നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? പക്ഷെ നമ്മൾ ആ സമയത്ത് അത് കഴിക്കുന്നത് സുന്നത്താണ്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളാകുന്ന രാവിലെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ മാറ്റി ആരും കഴിക്കാത്ത സമയത്ത് നമ്മൾ കഴിക്കുന്നത് എന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ എന്നെ സൃഷ്ടിച്ച എന്നെ സംരക്ഷിക്കുന്ന അവസാനം എന്നെ സംഹരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ താല്പര്യങ്ങൾക്കാണ് ഞാൻ വില കൽപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ദുരാഗ്രഹങ്ങളെ, നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റബ്ബിന്റെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എനിക്കെന്ന് പറയാനുള്ളത്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ സൂറത്തുൽ ജാത്തിയയിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. അല്ലാഹുവിന്റെ ചോദ്യം എന്റെ പ്രിയപ്പെട്ടവരെ പ്രസക്തമാണ്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, അഫറഅയ്ത നബിയേ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുവോ? ഓ ചിറ്റൂരിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയുവോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മൻ ഇത്തഖദ ഇലാഹു ഹവാ, തന്നിഷ്ടത്തെ ദൈവമാക്കിയവന്റെ അവസ്ഥ എന്താണെന്ന്, തന്നിഷ്ടത്തെ ദൈവമാക്കിയവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സമൂഹമേ? അങ്ങക്കറിയുമോ ഹബീബേ? അങ്ങയുടെ അഭിപ്രായം എന്താണ് പ്രവാചകരെ? ലോകത്താഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒരു മനുഷ്യന്റെ തന്നിഷ്ടത്തെ അവന് ദൈവമായി സങ്കല്പിക്കുമ്പോ, അവന്റെ ആഗ്രഹങ്ങളെ ദൈവമായി കാണുമ്പോ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അവന്റെ ജീവിതത്തിൽ വിലയില്ല. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അവന്റെ ജീവിതത്തിൽ അവനെ ഒരർത്ഥത്തിലും അവനെ മാറ്റിയെടുക്കുന്നില്ല. അവന്റെ ചിന്ത ചെയ്യുന്നു അത് അല്ലാഹു നിഷിദ്ധമാക്കിയാലും ശരി, അവന് ഇഷ്ടമില്ലാത്തതൊന്നും അവന് ചെയ്യുന്നില്ല. അതല്ല നിർബന്ധമാക്കിയാലും ശരി. ഇതാണ് തന്നിഷ്ടം, ഇതാണ് താന്തോന്നിത്തം. എന്റെ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ തോന്നിയാസം. അതല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ജഡികേച്ഛ, അതല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ദേഹേച്ഛ. അല്ലാഹു അവന്റെ കലാമിലൂടെ പറഞ്ഞതെന്താണ്? അവനെ ബിംബത്തെ വെച്ച് ആരാധിക്കുന്നില്ല, ശരി തന്നെ. അവനെ ദൈവമാണെന്ന് പറയുന്നില്ല, ശരി തന്നെ. 6660 ചില്ലുവാനമുള്ള ആയാത്തുകളിൽ എവിടെയെങ്കിലും ഒരു ആയത്തിൽ അല്ലാഹു ആ കാര്യം നിഷിദ്ധമാക്കിയതാകാം. പക്ഷേ അവനത് പ്രശ്നമല്ല. അവന്റെ ശരീരത്തിന്റെ ദാഹം എന്താണ്? അവന്റെ മനസ്സിന്റെ മോഹം എന്താ? അതാണ് അവന്റെ ദൈവമായവനെ ചിന്തിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ
സഹോദരങ്ങളെ കുറച്ചു നേരം അറിയോ ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ ഹുജിബത്തിൻ നാറു ബിശഹവാ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി അല്ലാഹുവിന്റെ നരകത്തിൽ ഒരു മൂടിയുണ്ടത്രേ സഹോദരങ്ങളെ തീന്മേശയിലെ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോ അതിന്റെ പുറത്തൊരു മൂടിയുണ്ട് ആ മൂടി നമ്മൾ ഇളക്കുമ്പോഴാണ് ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് വരിക ആ ഭക്ഷണത്തിലേക്ക് നമ്മൾ കൈവെക്കുന്നത് എപ്പോഴാണ് അതിന്റെ പുറത്തുള്ള മൂടി നമ്മൾ മാറ്റുമ്പോഴാ സഹോദരങ്ങളെ നരകത്തിലേക്ക് എങ്ങനെയാണ് വീണു പോകുന്നതെന്നറിയോ നരകത്തെ അല്ലാഹു ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല അല്ലാഹു നരകത്തെ ഓപ്പൺ ആക്കിയല്ല വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെ 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഒരു ചങ്ങലയിൽ 70,000 മാലാഖമാരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന നരകമുണ്ടല്ലോ ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ നരകമുണ്ടല്ലോ ആ നരകത്തിനെ അല്ലാഹു തആല ആവരണം ചെയ്തിരിക്കുന്നത് ഒരു മൂടി കൊണ്ടാണ് ആ മൂടി ആരാണോ തുറക്കുന്നത് ആ മൂടി ആരാണോ ഓപ്പൺ ചെയ്യുന്നത് ആ മൂടി ആരാണോ നീക്കി വെക്കുന്നത് അവനാണ് നരകത്തിലേക്ക് വീണു പോകുന്നതെന്ന് ഇന്നേവരെ കളവ് പറയാത്ത മദീനയുടെ മണവാളനെ മക്കയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ എന്റെ സഹോദരങ്ങളെ നരകത്തിനെ അല്ലാഹു ഒരു മൂടി വെച്ചിരിക്കുകയാണ് ആ മൂടി മാറ്റുന്നവനെ നരകത്തിൽ പോവുകയുള്ളൂ ആ മൂടി നമ്മളല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നരകത്തിന്റെ മൂടിയേതാണ് അവന്റെ ശരീരത്തിന്റെ മോഹങ്ങളാ ആര് തന്റെ ശരീരത്തിന്റെ മോഹങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കാരപൂർവ്വം പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് ആര് തന്റെ തന്നിഷ്ടത്തിനെ ദൈവമാക്കി സങ്കല്പിക്കുന്നുണ്ടോ അവൻ നാളെ ചെന്ന് കിടക്കേണ്ടത് അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിലാണ് രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വർഗ്ഗം എന്തുകൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത് സ്വർഗ്ഗം എന്തുകൊണ്ടാണ് അല്ലാഹു മൂടി വെച്ചിട്ടുള്ളത് സ്വർഗ്ഗത്തിന്റെ മൂടി എന്തെന്നറിയോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ബിൽ മകാരിഹി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അസർ കഴിഞ്ഞ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസാണ് ഒന്ന് പോയി ഇരിക്കാം എന്ന് സഹോദരി ചിന്തിക്കുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാ വല്ലതും വല്ലാക്കണ്ടേ ഭക്ഷണം പാകം ചെയ്യണ്ടേ എത്ര കൂട്ടം കറികൾ വേണമെന്ന് എന്തൊക്കെ ഫ്രൂട്ട്സ് അരിഞ്ഞു വെക്കാനുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെന്ന് പള്ളിയിൽ ഇരുന്ന പിന്നെ ഇതൊക്കെ ആര് ചെയ്യും എന്ന് മനസ്സിന്റെ താല്പര്യം മനസ്സിന്റെ ആഗ്രഹം ഒന്ന് പോണ്ട എന്തായിരുന്നാലും അവിടെ പറയുന്നത് എന്തായിരുന്നാലും നമ്മൾ കേട്ടത് തന്നെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നീട് കേൾക്കാനുള്ളത് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ എന്റെ അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കാമെന്ന് ചിന്തിക്കുന്നതാണ് തന്നിഷ്ടം ഞാൻ ഉദാഹരണം പറയാം വാഴാക്കാൻ പാടാത്ത എല്ലാവരും നരകത്തിലെ ഞാൻ ഈ പറഞ്ഞത് എന്ന് വെച്ചിട്ട് വാഴാക്കാൻ വേണ്ടി വന്ന എല്ലാവരും അങ്ങോട്ട് ഞാൻ പാണ്ടി ലോറി വിളിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞത് എന്താണ് നമ്മുടെ തന്നിഷ്ടങ്ങൾക്ക് നമ്മുടെ ദുരാഗ്രഹങ്ങൾക്ക് നമ്മുടെ ദേഹേച്ഛകൾക്ക് നമ്മൾ എപ്പോ വില കൽപ്പിക്കുവോ നരകത്തിന്റെ മൂടി നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടമല്ലാത്ത 20 റക്അത്ത് തറാവി ചിലർ പറയണ 8 എവിടെ ഉണ്ടല്ലേ അവിടെ ഓടാനാ കാരണം എന്താ എര വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ പോലെ മകരി പോലെ തിന്നാ പിന്നെ 8 നിൽക്കുന്നു 20 റക്അത്തുള്ള പള്ളിയിൽ പോയി സാവകാശം നിസ്കരിക്കാൻ ആ സാവകാശം ഒന്ന് പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ അവന്റെ മനസ്സ് വെറുക്കുകയാണ് ഒന്ന് 8 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ പള്ളിയിൽ നിന്ന് മാറി 8 റക്അത്ത് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അവൻ വെറുക്കുകയാണ് ഒരർത്ഥത്തിൽ വല്ലാത്തൊരു അറപ്പാണ് അതിനോട് അങ്ങനെ വരുമ്പോ നീ സ്വർഗ്ഗത്തിന്റെ ആ മനോഹരമായ മൂടിയിൽ നിന്ന് നീ അകന്നു പോവുകയാണ്
ആ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് നീ മാറ്റി വെച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ശറ എന്ത് പറഞ്ഞു, അല്ല എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, മുൻഗാമികളായ ഇമാമുകൾ എന്ത് പറഞ്ഞു, അയിമ്മത്ത് എന്ത് പറഞ്ഞു സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ മൂടി മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ തീരുമാനിക്കുന്ന നരകത്തിന്റെ മൂടി പതുക്കെ ഇളക്കണോ സ്വർഗത്തിന്റെ മൂടി പതുക്കെ ഇളക്കണോ, ഏത് ഇളക്കിയാലും അത് അവൻ അതിൽ തന്നെ വീഴും, അതിൽ ഒരു സംശയമില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് സാത്വികരായ വിശുദ്ധരായ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ആ ഖുർആനിന്റെ സാഗരത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഊളിയിട്ട് അല്ലാഹുവിന്റെ നൂറ് കണ്ടെത്തിയ മഹാരഥന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ, മൻ അറഫല്ലാഹ് ലം യകുൽ ലഹു മഅൽ ഖൽഖി ലദ്ദാ. ഒറ്റക്കിരുന്ന് പടച്ചവനോടുള്ള നിന്റെ മുനാജാത്തിന്റെ സുഖം നീ അനുഭവിച്ചാൽ പൊന്നുമോനെ സൃഷ്ടികളോട് നിനക്ക് താല്പര്യം കാണൂല. ഒറ്റക്കിരുന്ന് പടച്ചതമ്പുരാനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ലഹരി മുകർന്നാൽ ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ പടപ്പുകളോട് നിനക്ക് കൂടുതൽ അടുത്തിരിക്കണമെന്ന് കൊതി വരില്ല. ആളുകളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുകയുള്ളൂ. എന്തുകൊണ്ടാ? റബ്ബുമായിട്ടുള്ള നിന്റെ രഹസ്യബന്ധത്തിന്റെ സുഖമത്ര വലുതാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുൻഗാമികളായ മഹത്തുക്കളായ സാലിഹീങ്ങളായ സാത്വികരായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മുൻഗാമികളായ അയിമ്മത്തുകള് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഒറ്റക്കിരുന്ന് റബ്ബിനെ പറ്റി ഓർത്തത് റജുലുൻ ദക്കറല്ലാഹ് ഖാലിയൻ ഫഫാളത് ഐനാ. ആരോരുമില്ലാതെ ഒറ്റക്കിരുന്ന് പടച്ചവനെ ഓർത്തിട്ട് പൊട്ടിക്കരയുന്ന നേരങ്ങൾ സജലമാകുന്ന ഒരു തലമുറയ്ക്ക് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ ശീതള ഛായ നൽകുമെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിഞ്ഞവര്, അവന്റെ ലദ്ദത്ത് മനസ്സിലാക്കിയവര്, അവനുമായിട്ടുള്ള സംഭാഷണത്തിന്റെ സുഖം ആസ്വദിച്ചവരുണ്ടല്ലോ, പിന്നെ ആളുകളുടെ ഇടയിൽ ഇരുന്ന് വരവാൻ അവർക്ക് തയ്യാറാവൂല. ആളുകളുടെ ഇടയിൽ ഇരുന്നാൽ പലതും പറയേണ്ടി വരും. ഇതാവുമ്പോ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിന് ദിക്ർ ചെല്ലാം, അല്ലാഹയെ പറ്റി ഓർക്കാം. അങ്ങനെ വരുമ്പോ ആളുകൾ എന്ത് ചെയ്യും? പതുക്കെ ജനങ്ങളിൽ നിന്ന് അങ്ങോട്ട് മാറാൻ തുടങ്ങും. അങ്ങനെയാണ് അഹമ്മദ് മുസ്ലിയാർ എന്ന ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനായ ആ 77 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് അദ്ദേഹത്തിനെ സ്മരിക്കുന്ന എന്തുകൊണ്ടാണ്? അമ്മക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ എത്രയോ ഇരട്ടി വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ആ ഒരു മനുഷ്യനെ പറ്റി ഇന്നും ഇവിടെ ഓർക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ്. നമ്മളെ ജനങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ ജനങ്ങൾ നമ്മളെ കാലം ഓർക്കും. ദുനിയാവ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ദുനിയാവ് പിന്നാലെ വരും. ദുനിയാവ് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ അതാണ് ഈ കള്ളിപ്പെണ്ണിന്റെ സ്വഭാവം. ഈ ദുനിയാവെന്ന് പറയുന്ന കള്ളിപ്പെണ്ണിന്റെ സ്വഭാവം എന്താണെന്നറിയോ? അങ്ങോട്ട് ചെല്ലാൻ പോയാൽ അത് തിരിഞ്ഞു നടന്നു കളയും. ദുഷ്ടശ്വാനനെ പോലെയാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അത് അങ്ങോട്ട് നടക്കും. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് നടക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് നടന്നാലോ അത് പുറകെ വരും. പട്ടിയെ കണ്ടിട്ടില്ലേ? പട്ടി നമ്മൾ പോകുമ്പോ നമ്മുടെ പുറകെ വരും. ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്, അപ്പൊ അത് തിരിച്ചങ്ങോട്ട് പോകും. ഇതാണ് ദുനിയാവ്. മഹാരഥന്മാരെ ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന്റെ ശീതളിമയോട് വിട പറഞ്ഞിട്ട് പുറംകാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞു. അവർക്ക് ദുനിയാവ് വേണ്ടെന്ന് വെച്ചപ്പോ ദുനിയാവ് പിന്നാലെ പോയി അവരുടെ. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കും തോറും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ലദ്ദത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ പടപ്പുകളോട് സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവൂല. ഇത് അല്ലാഹ് ഉള്ളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് ജനങ്ങളോടൊപ്പം കൂടിയിരുന്ന് നമ്മൾ ഫസാദും ഫിത്നയും പറയുന്നത്, ഞാനടക്കം. എന്തുകൊണ്ടാ? എന്റെ ഹൃദയത്തിൽ എന്റെ റബ്ബ് ഇറങ്ങിയിട്ടില്ല. അല്ലാഹു ഹൃദയത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങണം. അതിന് ആദ്യം ഹൃദയത്തിൽ നിന്ന് തന്നിഷ്ടങ്ങളെ ഒന്ന് മാറ്റിവെക്കണം, തോന്നിയാസത്തെ ഒന്ന് മാറ്റിവെക്കണം. നമുക്ക് ഒരു അല്ലാഹ് എന്താ പറയുന്നത്? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടുത്തെ ഇമാമ മുദരിസുമാണ്. ഞാൻ ഉസ്താദിനെ ഉദാഹരണം പറഞ്ഞ് ഇനി ഒരു വസ്വാസം ഉണ്ടാക്കുന്നില്ല. ഞാനിപ്പോ സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമാക്ക് മാത്രം പോകുന്ന ഒരാളാണ്. എന്റെ ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ എന്റെ പുറകിൽ നിന്ന് കൈകെട്ടുകയാണ്. പ്രമാണിമാരുണ്ട്, പണക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. ഞാൻ തല പൊക്കിയാലേ അവർ റുക്കോയിന്ന് തല പൊക്കൂ. ഞാൻ ചിന്തിക്കുകയാണ്, എന്നാ ഒരു 2 മിനിറ്റ് കൂടെ അവന്മാരെല്ലാം കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ കിടക്കും. അവിടെ
എടാ ഞാൻ തല പൊക്കിയാലേ കൂടെ എന്നാ എന്റെ കയ്യിൽ നിന്നാണ് ഇവര് ശമ്പളം വാങ്ങുന്നത് എന്ന് പ്രസിഡന്റ് ചിന്തിച്ചാൽ ഒന്നും പറ്റില്ല, അവിടെ കിടന്നേ പറ്റൂ. നമ്മൾ അനുസരണയുള്ളവരാ. നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ല. ഒന്ന് പെട്ടെന്ന് കൈയഴിച്ചിട്ട് പോണം എന്ന് ചിന്തിച്ച ഒരു രക്ഷയില്ല. ഇമാം എപ്പോഴാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടുമ്പോ നമ്മൾ അങ്ങോട്ട് സലാം വീട്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്തുകൊണ്ടാ? അതുവരെയും നമ്മുടെ ഇഷ്ടത്തെക്കാൾ റബ്ബിന്റെ ഇഷ്ടത്തെ നമ്മൾ വില കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നും വെള്ളം കുടിക്കില്ല, ഒരു വക സംസാരിക്കില്ല. മക്കൾ വന്ന് വിളിക്കും വാപ്പാ 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 എന്ന് കയ്യിൽ പിടിച്ച് തൂങ്ങിയാലും നമ്മൾ ഒരക്ഷരം മിണ്ടില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്റെ താല്പര്യമല്ല മോനെ, നിന്നോടുള്ള സ്നേഹമല്ല മോനെ. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നത് ആരുടെ മുന്നിലാണ്? സർവാധിനാഥനായ പടച്ചവന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി നിൽക്കുകയാണ്. ഈ സമയം എന്റെ മുന്നിൽ എന്റെ റബ്ബിന്റെ താല്പര്യങ്ങളെ ഉള്ളൂ. അത് നിസ്കാരത്തിൽ നമ്മളെ പഠിപ്പിക്കുകയല്ലേ. ഈ നിസ്കാരത്തിന്റെ മാതിരി നമ്മുടെ പുറത്തുനിന്ന് ചെയ്താൽ മതി. എനിക്ക് ഒരു താല്പര്യവും ഇല്ല, എന്റെ ഒരു താല്പര്യങ്ങൾക്ക് ഒരു വിലയില്ല. പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നു, എന്റെ താല്പര്യം എന്താണ്? വീട്ടിൽ നിസ്കരിക്കലാണ്. അല്ല, റബ്ബിന്റെ താല്പര്യം പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. ഞാൻ അങ്ങോട്ട് പോകും. അല്ല, വീട്ടിൽ നിസ്കരിക്കണമെന്ന ചിന്ത ഉണ്ടാകുമ്പോ ഞാൻ തന്നിഷ്ടത്തെ ദൈവമാക്കി. എന്റെ ആഗ്രഹങ്ങളെ ദുരാഗ്രഹങ്ങളെ ഞാൻ എന്ത് ചെയ്തു? ദൈവമാക്കി. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഹബീബിനോട് ചോദിക്കുകയാ. അള്ളാന്റെ അഭിപ്രായം പിന്നെ അല്ല പറഞ്ഞു, അത് ഞാൻ പറയാം, പിന്നീട് പറയാം. ഒരു 5:45 ആ അഭിപ്രായം പറയാം. അതിനു മുമ്പ് സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, അഫറഅയ്ത, അങ്ങയുടെ അഭിപ്രായം എന്താ? ഈ ചോദ്യം അള്ളാന്റെ ഹബീബിനോട് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെന്നെ കേൾക്കാൻ വേണ്ടി വന്ന, ഈ പള്ളിയുടെ ചാരത്തൊരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്ത, നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്ത്. മനിത്തഖദ ഇലാഹു ഹവാ, തന്നിഷ്ടത്തെ ദൈവമാക്കിയവനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അള്ളാന്റെ അഭിപ്രായം ഇനി വരുന്നുണ്ട്, അത് കേൾക്കാം. അത് ലാസ്റ്റ് നമുക്ക് കേട്ടിട്ട് പോകാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ടാണ് നരകത്തെ അല്ലാഹ് ആവരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തലയിടരുതാരും. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് റബ്ബിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു പറയുകയാണ്, വലവിത്തബഅൽ ഹഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, യാഥാർത്ഥ്യവും സത്യസന്ധമായ വസ്തുതകളെല്ലാം ശരീരയിച്ഛയെ തോന്നിയാസത്തെ പിൻപറ്റാൻ നിന്നാൽ ഹക്കുണ്ടല്ലോ, സത്യസന്ധതയുണ്ടല്ലോ, യാഥാർത്ഥ്യമുണ്ടല്ലോ, അതെല്ലാം തന്നിഷ്ടങ്ങളെ തോന്നിയാസങ്ങളെ പിൻപറ്റാൻ നിന്നാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഏഴാകാശങ്ങളുടെ തകർച്ചയാണ്. ഏഴാകാശങ്ങൾ നാശം വിതക്കുന്നതാ. ഭൂമി നാശം വിതയ്ക്കുന്നതാണ്. ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ സർവചരാചരങ്ങളും നാശം വിതയ്ക്കുന്നതാ. സഹോദരങ്ങളെ, അള്ളാന്റെ ഇഷ്ടത്തിനപ്പുറത്ത് നമ്മുടെ ഇഷ്ടം നമ്മൾ തിരഞ്ഞെടുത്തപ്പോ അള്ളാഹ് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് നടത്തിയല്ലോ, ഇല്ലേ? ഒരു ചെറിയ ടെസ്റ്റ് ഡോസ്. അത്ര കച്ചവടക്കാരന്റെ മുന്നിൽ അത്ര വാങ്ങാൻ ചെല്ലുമ്പോ കൊടത്തോളം തലയെ കമഴ്ത്തി തരില്ല. പിന്നെ ചെയ്യുന്ന എന്താ? ഒരു ചെറിയ കോലിൽ തൊട്ടിട്ട് കൈയുടെ ഈ ഭാഗത്ത് തൊട്ട് തന്നിട്ട് മണത്ത് നോക്ക്, കൊള്ളാമോ? ആ, ഉണ്ടെങ്കിൽ ബാക്കി എന്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. 3 മില്ലി വേണോ, 6 മില്ലി വേണോ, 12 മില്ലി വേണോ, വലുത് വേണോ? ഇതൊക്കെ റബ്ബിന്റെ, നമ്മുടെ ഈ അത്ര കച്ചവടക്കാരന്റെ കയ്യിൽ സ്റ്റോക്കാ. അല്ലാഹു തആല ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ഒന്നിങ്ങനെ നുള്ളി എറിഞ്ഞു. വുഹാനിലെ മീൻ കച്ചവടക്കാരിയുടെ മീൻ കൊട്ടയിലേക്ക് ഒരൊറ്റയേറ്. അതിൽ നിന്ന് ലോകം മുഴുവനും വറങ്ങലിച്ചു. ലോക പോലീസ് ചമഞ്ഞിരുന്ന കോടീശ്വരനായ വംശവെറിയനായ കോടിപതിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും ഇന്ത്യ മഹാരാജ്യമെന്ന ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിക്കുന്ന ഈ രാജ്യത്തെ ഭരണാധിപനോട് പറഞ്ഞു, എലിപ്പനിയുടെ ഗുളിക തന്നില്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പേടിച്ചിവിടുന്ന് ഫ്ലൈറ്റിൽ എലിപ്പനിയുടെ ഗുളിക കയറ്റി അയച്ചു കൊടുത്തു. ആലോചിച്ചു നോക്ക്. ലോകമടക്കി ഭരിക്കുന്ന, ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പോലും ഭയന്നു വറച്ചു. വൈറ്റ് ഹൗസ് എത്രയോ കിലോമീറ്ററിന്റെ അപ്പുറത്തൂടെ ഒരു പക്ഷിക്ക് പറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
വൈറ്റ് ഹൗസിന്റെ മുകളിലൂടെ ഒരു പറവയ്ക്ക് പറന്നുയരാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിനെ എല്ലാം കൃത്യമായി, വളരെ കൃത്യമായി അതിനെ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. അവിടേക്ക് അവന്റെ സൂട്ടും കോട്ടിനും ഇടയിലേക്ക് അല്ലാഹു തആല ഈ കോഡിനെ കയറ്റിവിട്ടു. ഇല്ലേ? എന്തായിരുന്നു കാര്യം? അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുറമെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വിലക്കെടുത്തു. അല്ലേ? അള്ളാന്റെ ഇഷ്ടം എന്തായിരുന്നു? കാണുമ്പോ ഓടിച്ചെന്ന് കൈപിടിക്കുക. എന്താ കാര്യം? എങ്ങനെയെങ്കിലും നമ്മളെ ഈ കഴുകിയിട്ട് റബ്ബ് ഒന്ന് സ്വർഗത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത്. നമ്മളാണെങ്കിലോ നീ എങ്ങനെയൊക്കെ നോക്കിയാലും ഞങ്ങൾ കയറൂല പടച്ചോനെന്നും പറഞ്ഞ് നമ്മൾ തിരിച്ചു നടക്കുക. എങ്ങനെയെങ്കിലും ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചാൽ 20 വിരളായി. ഉസ്താദിന് 10, എനിക്കും 10. ഈ 10 10 20 വിരലിനിടയിലൂടെ പാപത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റ് വീഴുകയാണ്. അപ്പോ അള്ളാന്റെ ഇഷ്ടം അതായിരുന്നു, എങ്ങനെയെങ്കിലും യവന്മാരെ ഒന്ന് സ്വർഗത്തിൽ കയറ്റണം, ഈ ചെറിയ പാവമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്ന് സ്വർഗത്തിൽ കയറ്റാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇത് അവനല്ലേ, ഇവന്റെ കൊടിയുടെ നിറം മറ്റതല്ലേ, ഇവൻ മറ്റേ പാർട്ടിക്കാരനല്ലേ, മറ്റേ സംഘടനക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാതിരുന്നപ്പോൾ ഇന്നൊന്ന് കൈ ചേർത്ത് പിടിക്കണമെന്ന മോഹം വന്നു. പക്ഷേ ആര് കൈ തരാതെയായി? ഉസ്താദുമാരൊക്കെ 2 ജുബയുടെ പോക്കറ്റിലും കൈയിട്ടുണ്ടാ നടക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ പാന്റിന്റെ പോക്കറ്റ് കൈയിട്ടുണ്ട് നടക്കുകയാണ്. എന്താണെന്നറിയോ? ആരാണ് എവിടെ നിന്ന് വന്നിട്ടാണ് ഈ കയ്യിൽ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ഇനി യാദൃച്ഛികമായി ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും കൈ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ സോപ്പ് കൊണ്ട് കഴുകിക്കളയാൻ. ആ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ പണിഷ്മെന്റ് പടച്ചു തന്നു. അള്ളാഹു പണിഷ്മെന്റ് തന്നു. ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച സ്വതക്കയാണ്. എന്തിന് സിംഹവാലൻ കുരങ്ങിന്റെ മുഖം പോലെ വീർപ്പിച്ച് നടക്കുന്നത്? ഒന്ന് മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ നിനക്ക് ജാരിയായ ഒരു സ്വതക്കയാണെന്ന് ഹബീബ് പഠിപ്പിച്ചു. ഇല്ല, മുഖം കാണുമ്പോ തല തിരിച്ചു നടന്നു. ഇന്നൊന്ന് ചിരിക്കണമെന്ന് വല്ലാത്തൊരു മോഹമുണ്ട്. പക്ഷെ അള്ളാഹു മാസ്ക് വെച്ചങ്ങ് അടച്ചു കളഞ്ഞു. കാണാൻ പറ്റൂല. മിമ്പറിൽ നിന്നുകൊണ്ട് മെഹ്റാബിനകത്ത് കയറിയിട്ട് ഇമാം പറഞ്ഞു, ഇസ്തഖീമു വഅ്തദിലു സവ്വു സുഫൂഫക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സഫുകൾ അടുത്തടുത്ത് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കി ഇവൻ മറ്റോനാ, എന്നാ പിന്നെ കാലിച്ചിരി ചേർത്ത് വെച്ചാലും പറഞ്ഞ് ചൊതുങ്ങി നിന്നു. എങ്ങോട്ട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സുണ്ടായില്ല. അപ്പൊ എന്താ അള്ളാഹു സംഭവിച്ചത്? ഇപ്പോ എല്ലാ പള്ളിയിലും ഒരൊറ്റ കലണ്ടർ കാണാനില്ല. എല്ലാ നമ്പരും വെട്ടി തറയൊട്ടിച്ചിരിക്കാൻ. 1 2 3 4 ആകെ വലിയ പള്ളിയാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 2,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളികളിൽ ആകെ നിൽക്കുന്നത് 4-5 പേരാക്കി മാറ്റി. അടുത്ത് നിൽക്കണമെന്ന് മോഹമുണ്ട്, പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല. ഇതാണ് റബ്ബിന്റെ പണി. എന്തിനാ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്? നമ്മൾ വില കൽപ്പിക്കേണ്ടത് ആരുടെ ഇഷ്ടത്തിനാണ്? എന്റെ നാഥന്റെ വിലയാണ്, എന്റെ നാഥന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വലവിത്തബഅൽ ഹഖു അഹ്വാഅഹും. തന്നിഷ്ടങ്ങളുടെ പിന്നാലെ യാഥാർത്ഥ്യങ്ങൾ, സത്യസന്ധമായ അവസ്ഥകളല്ല, തന്നിഷ്ടത്തിന്റെ പിന്നാലെ പോയ ലഫസദത്തി സമാവാ, സപ്തവാനങ്ങൾ നാശം വിതയ്ക്കുന്നതാണ്. വൽ അർളു, ഈ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൗമോപരിതലം നിങ്ങൾക്ക് നാശം വിതയ്ക്കുന്നതാ. വമൻ ഫീഹിന്ന, ആകാശഭൂമികളുടെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും നാശം വിതയ്ക്കുന്നതാ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അലി റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ തന്റെ പ്രഭാഷണ മധ്യേ പറഞ്ഞതെന്താ? ഇന്ന അഖ്വഫ മാ തഖഫഫു അലൈക്കും, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഏതെന്നറിയോ? നമ്മുടെ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടതേതാ? അലി റളിയല്ലാഹു അൻഹു നമ്മുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഇസ്നതാ, 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. അതിൽ ഒന്നാമത്തേതെന്നറിയോ? തൂലുൽ അമലി, ആഗ്രഹങ്ങളാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും യുവത്വം പ്രാപിച്ചിരിക്കും. ആള് പ്രായം ചെന്ന് വൃദ്ധനായി വാർദ്ധക്യത്തിന്റെ പടുംകുഴിയിലേക്ക് എത്തപ്പെട്ടു. അവന്റെ പുരികം പോലും നരച്ചുപോയി. പക്ഷേ അവന്റെ ആഗ്രഹങ്ങൾക്ക് ഇന്ന് കൗമാര പ്രായമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് യൗവന ദശയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും വാർദ്ധക്യം വരില്ല. സഹോദരങ്ങളെ, രണ്ടാമത്തേത് വത്തിബാഉൽ ഹവാ, അവന്റെ
ദുരാഗ്രഹങ്ങളാണ്, അവന്റെ തന്നിഷ്ടങ്ങളോടുള്ള അവന്റെ ആഗ്രഹമാണ്, അടങ്ങാത്ത അഭിനിവേശമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഫഅമ്മാ തൂലുൽ അമലി, ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ, ഒരുപാട് ആഗ്രഹങ്ങൾ അവനുണ്ടായി കഴിഞ്ഞാൽ എന്താ ദോഷമെന്നറിയോ? ഫയുൻസിൽ ആഖിറ, നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ലോകമുണ്ടെന്നും മറന്നുപോകും മുസ്ലിമേ. പരലോകം നമ്മൾ മറന്നു പോകാൻ കാരണം എന്താണ്? നമ്മുടെ നീണ്ട ആഗ്രഹങ്ങളാണ്, ഒരുപാട് ആഗ്രഹങ്ങളാണ് ആഖിറത്തെ മറപ്പിച്ച് കളയുന്നത്. എന്നാൽ വമ്മത്തിബാഉൽ ഹവാ, ഒരു മനുഷ്യന്റെ ദുരാഗ്രഹങ്ങൾ എന്താ പ്രശ്നമെന്നറിയോ? ഫയസുദ്ദു അനിൽ ഹഖീ, സത്യസന്ധതയിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതാ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് വലവത്തബഅൽ ഹഖു അഹ്വാഅഹും, സത്യസന്ധമായ കാര്യങ്ങൾ ദേഹേച്ഛയ്ക്ക് വഴിമാറുന്നു. കാരണം എന്താണ്? ദേഹേച്ഛ വന്നുകൂടിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സത്യസന്ധത ഇല്ലാതാവും, സത്യസന്ധമായ കാര്യങ്ങൾ ഇല്ലാതാവും. അല്ലേ? ഡോക്ടർക്കാണോ കൂടുതൽ ആള് വരുന്ന വേജ ഡോക്ടർക്കാണോ? ഒരു ആലിമിന്റെ, ഒരു മുസ്ലിയാരുടെ അടുത്താണോ കൂടുതൽ ആളുകൾ വരുന്നത്, വ്യാജ മുസ്ലിയാക്കന്മാരുടെ അടുത്താണോ? ഒരു നല്ല തങ്ങളടുത്താണോ ആള് കൂടുതൽ വരുന്നത്, വേജ തങ്ങന്മാരുടെ അടുത്താണോ? നിങ്ങൾ ചിന്തിക്ക്. സത്യസന്ധത ഏത് സമയത്തും ശരീര ഇച്ഛയ്ക്ക് വേണ്ടി വഴിമാറി കഴിഞ്ഞാൽ നാശം ഉണ്ടാവും ലോകത്ത് നാശം വരും സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം ഈ സദസ്സിൽ. എന്താണ് ഈ തോന്നിയാസ തന്നിഷ്ടം എന്ന് പറയുന്നത്? ഞാൻ ആമുഖം പറഞ്ഞല്ലോ, റമളാനിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് റബ്ബിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. റബ്ബിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് അങ്ങനെയാണ്. അത് റമളാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ജീവിതത്തിൽ റമളാൻ പോലത്തെ ജീവിതം. അതുകൊണ്ടാണല്ലോ റമളാൻ കഴിഞ്ഞ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് കൊഴിയും. 5 മാറ സഫ് ഉണ്ടായിരുന്ന ആളുകൾ പള്ളി പിന്നെ 1 സഫായി, 1.5 സഫായി, പിന്നെ മുറി സഫായി, പിന്നെ അര സഫായി, പിന്നെ 1/4 സഫായി, പിന്നെ പള്ളിയിലെ ഉസ്താദ് മോദീനുമായി, പിന്നെ മോദി ലീവിലുമായി, ഉസ്താദ് മാത്രമായി. എത്ര നല്ല പള്ളിയായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു. പ്രത്യേകിച്ച് മഗ്‌രിബിന്. നാളെ നോക്കി ഈ സമയത്ത് ഇവിടെ എന്തൊരു ജനമായിരിക്കും, ഇന്ന് നോക്കി എന്തൊരു ജനം. ഇത് എന്നാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസം അങ്ങോട്ട് കഴിയുമ്പോ ഒരു വലിയ പേമാരി അവസാനിച്ചതുപോലെ ആളുകളുടെ ഒഴുക്കങ്ങോട്ട് നിലച്ചാലുണ്ടല്ലോ, റമളാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതം റമളാൻ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വിലകൾക്കൊന്നും റബ്ബിന്റെ വിലയുടെ മുന്നിൽ, അവന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെയാണ് ദൈവമാക്കേണ്ടത്, അല്ലാതെ നമ്മുടെ തന്നിഷ്ടങ്ങളെ അല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, എത്രത്തോളം ഇതിന് ഗൗരവമുണ്ടെന്നറിയോ? ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം എന്തോ കയ്യിലൊരു പൊതിയുമായിട്ട് വരികയാ. ആ സമയത്ത് എതിർഭാഗത്ത് നിന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്തോ പൊതിയിരിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജാബിറേ, എന്താണ് നിന്റെ കയ്യിലിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സദീർത്തിന്മാരാണ് സഹാബത്താ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ തങ്ങളെ, എന്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് മാംസമാണ്, കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ട് വരികയാണ് നബിയേ. ഒരുപാട് നാളത്തെ മോഹമാണ്, ഒരുപാട് നാളത്തെ ആഗ്രഹമാ. വീട്ടിൽ കുറച്ച് ഇറച്ചി പാകം ചെയ്യണമെന്ന കൊതിയാണ്. എനിക്കും എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും കഴിക്കാൻ കുറച്ച് ഇറച്ചി മാംസം പാകം ചെയ്യണമെന്ന ആഗ്രഹം തുടങ്ങിയിട്ട് നാളേറെയായി. ഇന്നാണ് ഒന്ന് ഒത്തുകിട്ടിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയോ? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജാബിർ തങ്ങളോട് പറയുകയാണ്, ഓ ജാബിറേ, ആഖിറത്തിൽ നിനക്കൊന്നും വേണ്ടേ, ആഖിറത്തിൽ നിനക്കൊന്നും വേണ്ടേ? ഇവിടെ ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ നീ പോവുകയാണോ? ഇവിടെ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നീ മത്സരിക്കുകയാണോ? നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ എല്ലാ ആഗ്രഹങ്ങളും ദുനിയാവിൽ പൂർത്തീകരിച്ചു എന്ന് പടച്ചവൻ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ജാബിറേ? പരലോകത്തിന്റെ അവസ്ഥ എന്താകും ജാബിറേ?
അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നീ പോകല്ലേ. ഇത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജാബിർ തങ്ങളോട് പറഞ്ഞതാ. ഏത് ഘട്ടത്തിലാണ്? നമ്മൾ കഴിക്കുന്നത് പോലെ സുലഭമായി സുഭിക്ഷമായ ഭക്ഷണമുള്ള സമയത്തല്ല. മാസങ്ങളായ മോഹമാണ് പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും കുറച്ച് ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ തിന്നാനുള്ള കൊതി കൊണ്ട് ആ കൊതി കിട്ടുന്ന അവസരത്തിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പൊന്നുമക്കളോട് വാക്കു പറഞ്ഞപ്പോ തന്റെ പിതാവിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഒരു പൊതിയിൽ മാംസവുമായി കടന്നു വരുന്ന ജാബിറിനോട്, ജാബിറെ ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ പോകല്ലേ. ആലോചിച്ചു നോക്കൂ, ജീവിതത്തിൽ അവരൊക്കെ അനുഭവിച്ച ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വെറും പ്രസംഗത്തിൽ മാത്രമല്ല. ഇത് വെറും പ്രസംഗത്തിൽ മാത്രമല്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവന്റെ ശരീരയിച്ഛയെ അവന്റെ ദുരാഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടത് വില കൽപ്പിക്കാൻ പാടില്ലാത്തത് എപ്പോഴെന്നറിയോ? അധികാരം കൈ കിട്ടുമ്പോഴാണ്. അധികാരം കൈ കിട്ടുമ്പോഴാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു അധികാരിയാണ്. ഒരു നാടിന്റെ, ഒരു പഞ്ചായത്തിന്റെ, ഒരു വാർഡിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം എന്റെ കൈ കിട്ടിയാൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത്, അതുപോലെയല്ലേ ലോകത്ത് നടക്കുള്ളൂ. നിങ്ങൾ നോക്ക്, ഇപ്പൊ ഡീസലിനും പെട്രോളിനും ഒക്കെ വില കൂടി, പാചകവാതകത്തിന് വില കൂടി. ആരാ മിണ്ടാനുള്ളത്? ആരും മിണ്ടാനുണ്ട്? ഇന്നെത്ര? 138 രൂപ. ശരി, അടി, 1 ലിറ്റർ അടിക്കുകയാണ്. നാളെ എത്ര? 142. അടിച്ചോ. ആർക്കും ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. തോന്നിയാസം പോലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഭരണാധികാരികളാണ്. തന്നിഷ്ടങ്ങളെ സൂക്ഷിക്കേണ്ടത്. ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തിട്ട് ഞാൻ പറയാൻ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഭരണാധികാരിയായിരിക്കുമ്പോ സ്റ്റേറ്റിൽ ഗവർണർമാരെ നിശ്ചയിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഓരോ സ്റ്റേറ്റിലും ഗവർണർമാരെ നിശ്ചയിച്ചു. അങ്ങനെ മിസ്റിന്റെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിന്റെ ഗവർണറാണ്. ഗവർണർക്ക് ഉത്തരവാദിത്വമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനെ ഇവിടത്തെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം, അതാണ് ഡ്യൂട്ടി. അപ്പൊ ആ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിയമിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഗവർണറെ മദീനയുടെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിയമിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പരാതി എത്തി. ഉമർ റളിയല്ലാഹു അൻഹു പരാതിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരാതി പഠിച്ചപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഗവർണറെ സ്ഥലം മാറ്റം ചെയ്തു, നീക്കം ചെയ്തു. സ്ഥലം മാറ്റമല്ല, നീക്കം ചെയ്തു. ഇനി നീ ഗവർണറായിട്ട് ഇരിക്കരുത്. അദ്ദേഹം ചോദിച്ചു, എന്ത് തെറ്റാണെന്ന് എനിക്ക് അറിയേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്നെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്തിനാണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ നാളെ ഞാൻ റബ്ബിന്റെ മുന്നിൽ പറയുമെന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങളെ റബ്ബെന്ന് കേട്ട പിന്നെ വേറെ അപ്പീലൊന്നും ഇല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാം. ഒറ്റ കാരണമേ ഉള്ളൂ നിന്നെ ഞാൻ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണം. എന്താണ്? നീ നിന്റെ മക്കൾക്ക് മുത്തം കൊടുക്കുന്നില്ല, അത്ര തന്നെ. സുബ്ഹാനല്ലാഹ്. ഇന്നുള്ള ഭരണാധികാരികളെടുത്തെങ്ങാൻ ഇത് പറഞ്ഞാൽ മനസ്സിലാവുമോ? നീ നിന്റെ മക്കൾക്ക് ചുംബനം കൊടുക്കുന്നില്ല, അതാണ് പരാതി. അതും ഭരണവും തമ്മിൽ എന്താ ബന്ധം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു, സഹോദരാ, സ്വന്തം മകനെ ചുംബിക്കാത്തവന് എങ്ങനെയാണ് ആരാന്റെ മക്കളോട് കരുണ കാണിക്കുക? സ്വന്തം മകനെ ചുംബിക്കാത്തവൻ എങ്ങനെയാണ് അയൽപക്കത്തുള്ള മക്കളോട് കരുണ കാണിക്കുക? സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനോട് കരുണയില്ലാത്തവന് എങ്ങനെയാണ് ആരാന്റെ മക്കളോട് കരുണ കാണിക്കുക? അതുകൊണ്ട് നീ നിന്റെ ഭരണീയരോട് സ്നേഹം കാണിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിന്നെ ഞാൻ മാറ്റിയിരിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണേ. ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഭരണാധികാരികളാണ്. ഏറ്റവും കൂടുതൽ തന്നിഷ്ടങ്ങളെ സൂക്ഷിക്കേണ്ടത് അതാണ്. ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുന്നിലുള്ളത് അല്ലാഹു പറഞ്ഞല്ലോ, മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം ഭരണാധിപനായി ചാർജ് എടുക്കുമ്പോ അല്ലാഹു ദാവൂദ് നബിയോട് വിളിച്ചിട്ട് പറഞ്ഞതെന്നറിയോ? നല്ല ഭരണം നടത്തണമെന്നല്ല, കിട്ടുന്ന ആളുകളൊക്കെ മുസ്ലിമീങ്ങളാക്കണമെന്നല്ല. ദാവൂദ് നബി എന്ന ഒരു പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന എന്താ? സൂറത്ത് സ്വാദിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ, യാ ദാവൂദ് ഇന്നാ
ജഅൽനാക ഖലീഫതൻ ഫിൽ അർള് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ. ദാവൂദ് നബിയേ, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള്, നിങ്ങളെ ഞാൻ ഭൂമിയുടെ ഖലീഫയാക്കിയിരിക്കുകയാണ്, എന്റെ പ്രതിനിധിയാക്കിയിരിക്കുകയാണ്. ഭരണം നടത്തേണ്ടത് നിങ്ങളാ. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്തെന്നറിയോ? ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്, ഒന്ന് ജനങ്ങളോട് നീതിപൂർവ്വം നിങ്ങൾ വിധി നടപ്പിലാക്കുക, നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കണേ ദാവൂദ് നബിയേ. രണ്ടാമത്തേത് വലാ തത്തബിഇൽ ഹവാ, തന്നിഷ്ടങ്ങൾക്ക് പിന്നാലെ പോകല്ലേ. ജനങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ ക്ഷേമം നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ താല്പര്യം കൂടി നിങ്ങൾ വില കൽപ്പിക്കണേ. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനൊട്ട് നിങ്ങൾ പ്രവർത്തിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു കാണിച്ചു തന്ന സൽപന്താവിൽ നിന്ന് നിങ്ങൾ വിദൂരത്തായി പോകും നബിയേ. സഹോദരങ്ങളെ സൂക്ഷിക്കണേ. അതാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ജാബിർ തങ്ങളോട് പറഞ്ഞത്. ഈ ദുനിയാവിലെ എല്ലാ ആഗ്രഹങ്ങളും നടത്താൻ വേണ്ടിയിട്ട് നീ മത്സരിക്കുമ്പോ നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ജാബിറേ, ഈ ദുനിയാവിലെ നിന്റെ മോഹങ്ങളെല്ലാം അവസാനിച്ചു എന്ന് അല്ല പറഞ്ഞാലോ? ഇതൊരിക്കലും ഈ മഹാനായ ഉമർ തങ്ങളുടെ പ്രസംഗം മാത്രമായിരുന്നില്ല. പ്രാക്ടിക്കലായി ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. നിങ്ങൾക്കറിയോ, ഒരു ദിവസം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് ക്ഷണിച്ചു. ആരെയെന്നറിയോ? മഹാനായ ഹഫ്സ് ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ. ഹഫ്സ് ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമൊന്ന് വരണേ. സ്വാഭാവികമായി ഒരു വീട്ടിൽ നമ്മളെ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോ നല്ല ഭക്ഷണമല്ലേ കൊടുക്കേണ്ടത്? ഹഫ്സ് ബിൻ അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നു, വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി പോവുകയാ. അവിടെ എത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു പറച്ചിൽ മാത്രമല്ലെന്ന് പറയാനാ ഞാനിത് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ ഹഫ്സ് ബിൻ അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതും എന്തെന്നറിയോ? പച്ചവെള്ളവും 2 ഉണങ്ങിയ റൊട്ടിയുമാണ്. പച്ചവെള്ളവും 2 ഉണങ്ങിയ റൊട്ടിയും അതുകൊണ്ട് വെച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മാറി നിന്നപ്പോ ഹഫ്സ് ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഉമറേ, ഇതിനേക്കാളും നല്ലത് എന്റെ വീട്ടിലുണ്ടല്ലോ, ഇതിനേക്കാളും നല്ലത് എന്റെ വീട്ടിലുണ്ടല്ലോ ഉമറേ. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കൂലായിരുന്നോ? എന്നെ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചത്? പറ്റിക്കുകയാണോ, കളിയാക്കുകയാണോ? ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി എന്തായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ ഹഫ്സ് ബിൻ അബിൽ ആസേ, നീ എന്താ ആഗ്രഹിച്ചത്? നല്ല ഇളം പ്രായമുള്ള ഒരു നെയ്യാടിനെ അറുത്തിട്ട് അതിന്റെ ചെറിയ പീസ് ഇറച്ചിയും അതുപോലെ ഗോതമ്പിനെ നല്ല പൊടിച്ചെടുത്തിട്ട് നല്ല നേർമയായ ഗോതമ്പ് റൊട്ടിയും തിത്തിരപ്പക്ഷിയുടെ കണ്ണിന്റെ നിറമുള്ള മുന്തിരിയെടുത്ത് വെള്ളത്തിലിട്ട് ഇളം മാനിന്റെ ചോരയുടെ നിറമുള്ള പാനീയവുമാണോ നീ കൊതിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഇതാണ്. ഹഫ്സ് ബിൻ അബിൽ ആസേ, നീ എന്താ ആഗ്രഹിച്ചു വന്നത് ഉമറിന്റെ വീട്ടില്? നിനക്ക് തന്ന റൊട്ടിയും നിനക്ക് തന്ന പച്ചവെള്ളവും നിനക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നീ പറയുന്നു ഇതിനേക്കാളും നല്ലത് വീട്ടിലുണ്ടെന്ന്. നീ എന്താഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്? ഇളമാടിന്റെ നെയ്യാടിന്റെ ഇറച്ചിയാണോ നീ കൊതിച്ചത്? ഗോതമ്പ് മാവപ്പോൾ അതിനെ നേർമയാക്കിയിട്ട് വളരെ കട്ടി കുറഞ്ഞ റൊട്ടി ഉണ്ടാക്കി തരുമെന്ന് നീ കൊതിച്ചോ? തെത്തിരപ്പക്ഷിയുടെ കണ്ണിന്റെ വർണ്ണമുള്ള മുന്തിരിയെടുത്ത് വെള്ളത്തിലിട്ട് ഇളമാനിനെ അറുക്കുമ്പോ അതിന്റെ ചോരയുടെ നിറമുള്ള ആ പാനീയം നിനക്ക് തരുമെന്ന് നീ ചിന്തിച്ചോ? ആ സമയത്ത് ഹഫ്സ് ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ്. ഉമറേ, ആഡംബര ജീവിതമൊക്കെ അറിയാമല്ലേ? ഇത് ഏറ്റവും വലിയ അറബികളുടെ മുതലാളിമാര് മാത്രം കഴിക്കുന്നതാ. ഇളം നെയ്യാടിന്റെ ഇറച്ചി, അതുപോലെ തന്നെ ഗോതമ്പ് മാവിന്റെ നേർത്ത റൊട്ടി, അതുപോലെ ഈ പറയുന്ന തിരിയിലുള്ള പാനീയം, ഏറ്റവും നല്ല മുന്തിരി,
അതിനെ ആ മുന്തിരി തന്നെ തിത്തിരപ്പക്ഷിയുടെ കണ്ണിന്റെ വർണ്ണമാണ്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ നിറം ഇളം മാനിനെ അറുക്കുമ്പോ അതിന്റെ ചെറിയ ചോര കളറിന്റെ ആ കളറുള്ള പാനീയം നിനക്ക് കുടിക്കാൻ തരുമെന്നാണോ കരുതിയത്? ഇതവിടത്തെ വലിയ വലിയ രാജകുമാരന്മാരെ കഴിച്ചിരുന്ന ഭക്ഷണമാണ്. ഇരുമറങ്ങോട്ട് പറയുമ്പോ ഹഫ്സ് ബിൻ അബുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമർ തങ്ങളെ, അപ്പൊ ആഡംബര ഭക്ഷണമൊക്കെ അറിയാമല്ലേ? ആഡംബര ഭക്ഷണം ഏതാണെന്ന് നന്നായിട്ട് അറിയുമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയും ഹഫ്സേ, എനിക്കറിയാം. അത് കഴിക്കാൻ എനിക്കിന്ന് കഴിയും. പക്ഷേ ഞാനതൊക്കെ കഴിച്ചിട്ട് നാളെ എന്റെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ദുനിയാവിൽ പൂർത്തീകരിച്ച് ഞാൻ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പരലോകത്ത് നിനക്ക് ഒന്നുമില്ല ഉമറേ എന്ന് എന്റെ റബ്ബെങ്ങാനും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പരലോകത്ത് ഞാൻ എന്റെ ജീവിതം കഷ്ടത്തിലും നഷ്ടത്തിലുമല്ലേ ഹഫ്സേ. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. എന്റെ മോഹങ്ങൾക്ക് ഞാൻ വില കൊടുത്തില്ല, എന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വില കൊടുക്കുന്നില്ല. എന്റെ ആഗ്രഹം എന്റെ റബ്ബിന്റെ ആഗ്രഹമാണ്. 10 ദിവസം നമ്മൾ നോമ്പ് പിടിച്ച് 20 ദിവസം നോമ്പ് പിടിച്ച് 30 ദിവസം നോമ്പ് പിടിച്ച് 3 പത്തുകൾ അവസാനിക്കുമ്പോ നമ്മൾ എന്താ ചെയ്തത്? പകലന്തിയോളം നമ്മൾ പട്ടിണി കിടന്നിട്ട് നല്ല ചൂട് സമയത്ത് നമ്മുടെ വീടിന്റെ തീന്മേശയിൽ നല്ല ജ്യൂസ് ഇരിക്കുമ്പോൾ, നല്ല ശീതളപാനീയം ഇരിക്കുമ്പോൾ, തൊണ്ട വല്ലാതെ ദാഹിക്കുമ്പോൾ, പൈതാഹമടക്കാൻ മധുരമുള്ള പാനീയം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെടുത്ത് പാനം ചെയ്യാൻ ഇല്ല. എന്റെ റബ്ബിന്റെ ആഗ്രഹമാണ് എനിക്ക് വലുതെന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കാത്തവനല്ലേ ഞാൻ. എന്റെ ഭാര്യ എന്റെ വീട്ടിനകത്ത് ഉണ്ടാകുമ്പോൾ, എന്റെ ഭാര്യ എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടാകുമ്പോ ഇല്ല, പകൽ എന്റെ നാഥന്റെ ഉത്തരമാണ്, നാഥന്റെ വിളിയാണ്, നാഥന്റെ വിധിയാണ്, നാഥന്റെ വിലക്കാണ്, നാഥന്റെ ഇഷ്ടമാണ്, നാഥന്റെ തീരുമാനമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ സമീപിക്കില്ലെന്ന് പറയാൻ ഒരു മുസ്ലിം തയ്യാറാകുന്ന 30 ദിവസങ്ങളാണ് സഹോദരങ്ങളെ റമളാനിലുള്ളത്. ആ റമളാനിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ആവേശം എന്റെ പ്രിയപ്പെട്ടവരെ തന്നിഷ്ടങ്ങളോടുള്ള പോരാട്ടമാണ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ താല്പര്യങ്ങളാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ റമളാന് കഴിഞ്ഞാലും അതുണ്ടാകണേ, റമളാന് കഴിഞ്ഞാലും അതുണ്ടാകണേ. നമുക്കൊരു തന്നിഷ്ടമുണ്ട്. നമ്മൾ തന്നിഷ്ടക്കാരാ, നമ്മൾ തോന്നിയാസക്കാരാ, നമ്മൾ ദുരാഗ്രഹികളാ. ഏത് വിഷയത്തിലും അറിയോ? ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഒരൊറ്റ വിഷയത്തിലെ ദുരാഗ്രഹം പാടുള്ളൂ, ഒരൊറ്റ വിഷയത്തിലെ ആഗ്രഹങ്ങൾ പാടുള്ളൂ. അതേതെന്നറിയോ? മുസ്തഫായ നബി തങ്ങൾ തന്നെ പറയട്ടെ, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ, ഒരാൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ ഞാൻ എന്താണോ അവനോട് കൽപ്പിച്ചത്, ഞാൻ എന്താണോ അവനോട് പറഞ്ഞത്, ആ പറഞ്ഞ കാര്യം അവന്റെ ശരീരയിച്ച പറഞ്ഞ കാര്യത്തെ പിൻപറ്റുന്നിടത്തോളം അവന് മുഅ്മിനാവൂല. എന്തേ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദാഹമില്ലേ? ഇപ്പോ നിങ്ങൾക്ക് വിശപ്പില്ലേ? ഇപ്പോ നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ചു നമ്മുടെ നാട്. എത്ര ശുക്ർ ചെയ്താൽ മതിയാവും. നമ്മൾ ആരാ മക്കള്? ഒന്ന് ചിന്തിച്ചേ. സ്വിറ്റ്സർലൻഡിലും ഫിൻലാൻഡിലും 4 വർഷം, ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല, മാറ്റമൊന്നും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. 3-3.5 കൊല്ലങ്ങൾക്കും 4 കൊല്ലങ്ങൾക്കുമുള്ള റമളാനിൽ അവിടത്തെ റമളാനോ ചിറ്റൂര് ഏതെങ്കിലും ഒരു സഹോദരിക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അപ്പോഴേ ആടിനെ നേർന്നിട്ട് പള്ളിയിൽ കൊടുക്കും. ചിറ്റൂര് പള്ളിയിൽ ഈ സമയം ഒന്ന് പറയാൻ നമുക്ക് പറ്റുമോ? 23 മണിക്കൂറും 5 മിനിറ്റുമാണ് നോമ്പ്. 55 മിനിറ്റ്. ലണ്ടനിൽ 19 മണിക്കൂർ. അള്ളാഹുവേ, നമുക്ക് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം, ചുറ്റുവട്ടത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 12-13 മണിക്കൂർ. അത് തറാവീഹിന്റെ വിത്തറിൽ തുടങ്ങുന്ന മഴ, ആ മഴ പിന്നെ തീരുന്നത് നോമ്പ് തുറന്ന് വീട്ടിലെത്തിയതിനു ശേഷം. എന്തൊരു വെയിലായിരുന്നു. ഇന്ന് നോമ്പ് 4, 5 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങാൻ പറ്റുമോ? കരിഞ്ഞു പോകും. പാലക്കാടൻ ചൂടിനേക്കാൾ കഠിനമായ ചൂട്, പുനലൂർ ചൂടിനേക്കാൾ കഠിനമായ ചൂട്. ഇപ്പോഴോ അള്ളാഹു തന്ന അന്തരീക്ഷം നോക്ക് സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾ പലരും പറയാണ്
ഞാൻ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നത് കൊണ്ട് നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ ഷുഗറിന്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് നോമ്പ് പിടിക്കുന്നില്ല. ചില ആളുകളുടെയൊക്കെ പരാതിയും പരിഭവവും, എന്റെ സഹോദരങ്ങളെ 12-13 മണിക്കൂർ നമ്മൾ പട്ടിണി കിടക്കുന്നു. നമ്മുടെ തൊണ്ടയിൽ നിന്ന് കഫം പുറത്തേക്ക് വന്നാൽ അത് നമ്മൾ ചെന്നിട്ട് നമ്മൾ പുറത്തേക്ക് അത് കളയുന്നു. അതുപോലെ നമ്മുടെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കാൻ നമ്മൾ മടിക്കുന്നു. ആരുമില്ല, വീട്ടില് മക്കളില്ല, ഭർത്താവില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തൊണ്ടയിലേക്ക് വെക്കാൻ തയ്യാറാവോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മാർഗത്തിൽ ശരീരത്തിന്റെ ഇച്ഛയെ പിൻപറ്റുന്നതിനെ പാകപ്പെടുത്തിയെടുത്തു. നമ്മൾ ഇപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എപ്പോഴെന്നറിയാമോ? റമളാനിലാണ്. റമളാനില് എത്ര റക്അത്ത്, അത് ഇത് ചർച്ച, അത് അങ്ങോട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം. കാരണം ജോലിയൊന്നുമില്ലല്ലോ, പള്ളിയിൽ വന്ന ഇത് പറഞ്ഞങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സകല മുസീബത്തുകൾക്കും തുടക്കമായി. ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ അവസാനം ഒരു കയ്യാങ്കളിയിൽ എത്തുമ്പോ എന്താ പറയുന്നറിയോ? നോമ്പായി പോയി, റമളാന നോമ്പായി പോയി, ഇതൊക്കെ ഒന്ന് തീരട്ടെ. എന്നാൽ ഈ നോമ്പിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മറ്റുള്ള മാസങ്ങളെ കൊണ്ടെത്തിച്ചാൽ എത്ര സന്തോഷമാണ്, ചിന്തിച്ചു നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, റമദാനില് അള്ള പറഞ്ഞ സമയങ്ങളൊക്കെ നമ്മൾ എല്ലാം ചെയ്യും. അള്ള പറയാത്ത സമയങ്ങളിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ലോകം മൊത്തം ചെയ്താലും നമ്മൾ ചെയ്യൂല. അതാണ് നമ്മൾ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനെ, അതുകൊണ്ടല്ലേ ഒരു സഹാബി സ്വർണമോതിരം ധരിച്ചിരുന്നു. സ്വർണമോതിരം ധരിച്ചിരുന്ന സഹാബിയുടെ മുഖത്തു നോക്കിയിട്ട് ആരംഭപൂവായ നബി തങ്ങൾ പറഞ്ഞു, ഏ പ്രിയപ്പെട്ട സഹോദരാ, നീ നരകത്തിന്റെ ഒരു ചെറിയ കട്ടയാണ്, നരകത്തിന്റെ ഒരു ചെറിയ തീക്കട്ടയാണ് വിരലിട്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനത് ഒരൊറ്റ ഏറങ്ങെറിഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് പോയി. കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞ, സഹോദരാ, അത് സ്വർണമല്ലേ, സ്വർണമല്ലേ, നീ വിരലിലിടാതിരുന്നാ പോരെ? നബി തങ്ങൾ കൽപ്പിച്ചത് പ്രകാരം അത് ചെന്നെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? എന്റെ ഹബീബ് എടുത്ത് കളയാൻ പറഞ്ഞ ഒരു സാധനത്തിന് പിന്നെ ഞാൻ എടുക്കുകയോ? ഞാൻ എടുക്കൂല. ഇതാണ് പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബി. നബി തങ്ങൾ എന്ത് കൊണ്ടുവന്നോ അതിലാകട്ടെ നമ്മുടെ മോഹങ്ങൾ മുഴുവനും അതിലാകട്ടെ. അല്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെക്കാം. അതാണ് പരിശുദ്ധ റമളാൻ. അല്ലാഹു തന്നെ പറയട്ടെ, ഒരു മനുഷ്യന്റെ ഇലാഹിനെ ഹവയാക്കി, അതായത് അവന്റെ ശരീര ഇച്ഛയെ ദൈവമാക്കിയവന്റെ അഭിപ്രായം എന്താ? ഇത് അല്ല തന്നെ പറഞ്ഞു. എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാ, അല്ലാഹുവിനെ പഴപ്പിച്ചിരിക്കുകയാ, അല്ലാഹുവിനെ പഴപ്പിച്ചിരിക്കുകയാണ്. 17 തവണ നമ്മളെ ദ്വാരക്കുന്നു, നമ്മളെ പഴപ്പിക്കല്ലേ എന്ന് ദ്വാരക്കുന്നു. പക്ഷെ അല്ല പറയുന്നു, തന്നിഷ്ടത്തെ ദൈവമാക്കിയവനെ അല്ല പഴപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പറയേണ്ട മറുപടി അല്ലാഹ്ക്കറിയാം, അല്ലാഹ്ക്ക് പറയാനറിയാം. അല്ലാഹുവനെ പഴപ്പിച്ചിരിക്കുന്നു. 17 പ്രാവശ്യം നിർബന്ധമായ ഒരു മുസ്ലിം ദുആരക്കുന്നു, എന്നെ പഴപ്പിക്കല്ലേ എന്ന്. ഐച്ഛികമായിട്ട് വേറെയും പറയുന്നു, അല്ലേ? കൈകെട്ടിയിട്ട് ലോഹർ സുബഹി 2, ലോഹർ 4, 4 2 6, വീണ്ടും അസർ 4 10, മഗ്രിബ് 3 13, ഇശ 17 പ്രാവശ്യം അവന് ഫാത്തിഹ ഓതുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ എനിക്ക് ഹിദായത്ത് താ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ കരുണ ചൊരിഞ്ഞ, നിഅമത്ത് ചൊരിഞ്ഞ ആളുകളുടെ വഴിയാണ് ഞാൻ ചോദിക്കുന്നത്. ഗൈരിൽ മഗ്ലൂബി, നിന്റെ കോപത്തിനിരയായവരുടെ വഴിയല്ല. വലല്ലാലി, നീ വഴി പഴപ്പിച്ചവരുടെ വഴിയുമല്ല. അല്ല പറയുകയാണ്, ആര് എന്റെ കൽപ്പനക്കൾക്ക് വിരുദ്ധമായി അവന്റെ ശരീര ഇച്ഛയ്ക്ക് വില കൽപ്പിക്കുന്നു, അവനെ അല്ല പറയുന്നു അല്ല പഴപ്പിച്ചു അവനെ. ലോകത്തിന് ഏത് മതവിജ്ഞാന വേദിക്കും അവനാക്കാൻ പറ്റൂല, ഒരു പണ്ഡിതനും അവനെ നന്നാക്കാൻ പറ്റൂല. കാരണം അല്ലാഹു അവനെ പിഴപ്പിച്ചിരിക്കുകയാണ്. അത് അല്ലാഹു ഈ ആയത്തിൽ തന്നെ പറഞ്ഞു. എന്നിട്ടെന്താ പറഞ്ഞതെന്നറിയോ? സഹോദരങ്ങളെ, ഗൗരവം മനസ്സിലാക്കണം. അല്ലാഹു എന്നിട്ട് പറയുകയാണ്,
വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നു വഖതമ അലാ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ല. അല്ലാഹു അല്ലാതെ പിന്നെ ആരാ അവനെ നന്നാക്കാനുള്ളത്? അല്ലാഹു അല്ലാതെ പിന്നെ അവൻ ആര് നന്നാക്കാനുണ്ട്? ഒരു മനുഷ്യരും അവനെ നന്നാക്കാൻ പറ്റൂല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അഫലാ തദക്കറൂൻ, ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ബോധമില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് തീരുമാനമെടുത്തോ. എന്റെ ഇഷ്ടങ്ങൾക്ക് പുറമെ നമ്മളോട് ഒന്ന് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അ, കഴിയാത്ത എന്തെങ്കിലും അല്ലാഹ് പറഞ്ഞോ? അള്ളാഹു എന്തെങ്കിലും കഴിയാത്ത എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ നോമ്പ് അല്ലാഹു തആല 11 മാസവും നോമ്പ്, പിന്നെ ഒരു മാസം നോമ്പില്ല, അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ എന്താ അവസ്ഥ? 20 റക്അത്ത് തറാവീഹ് എന്നുള്ളത് തഹജ്ജുദിന്റെ സമയത്താക്കിയിരുന്നെങ്കിൽ എന്താ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. റബ്ബ് നമുക്ക് കഴിയാത്ത എന്തെങ്കിലും പറഞ്ഞോ? എത്ര രസകരമായി നമ്മൾ നമസ്കരിക്കുന്നു, എത്ര ആനന്ദം, എത്ര സൗരഭ്യം, എത്ര സന്തോഷം. പതുക്കെ നമസ്കരിക്കണം, പതുക്കെ നമസ്കരിക്കണം, വേഗത കുറച്ച് നമസ്കരിക്കണം. അതല്പ സമയമെടുത്തായാലും കുഴപ്പമില്ല. അതിനാണല്ലോ തറാവീഹ് എന്ന് പറയുന്നത്. വിശ്രമിച്ചിട്ട് നമസ്കരിക്കണം. അതിനിടയിൽ ദിക്റുകളോ സ്വലാത്തുകളോ ഇസ്തിഗ്ഫാറുകളോ ഒക്കെ ചൊല്ലിയിട്ട് ആളുകൾക്കൊന്ന് വിശ്രമിച്ചിട്ട്, എന്റെ അള്ളാഹുവിന് സുബഹി ഒറ്റ സലാം, ളുഹർ ഒറ്റ സലാം, അസർ ഒറ്റ സലാം, മഗ്രിബ് ഒറ്റ സലാം, ഇശാ ഒറ്റ സലാം, പെരുന്നാൾ ഒറ്റ സലാം, ജുമുഅ ഒറ്റ സലാം. 20 റക്അത്തുകളാക്കി 10 സലാം വീട്ടുന്നതിലാണ് തറാവീഹ് നമസ്കാരം പൂർത്തീകരിക്കുന്നത്. എന്തിനാണ്? ഒന്ന് വിശ്രമിച്ചിട്ട് അവരെ നിസ്കരിക്കട്ടെ. രാത്രിയല്ലേ, അവരൊന്ന് നിസ്കരിക്കട്ടെ. പാവ 2 റക്അത്ത് കഴിഞ്ഞിട്ടൊന്ന് കുടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാനോ ഒക്കെ അവർക്കുള്ള അവസരം കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ നമസ്കരിക്കണം. ആ നമസ്കാരം നമ്മുടെ ഹബീബിന്റെ ചര്യയാണ്. അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, അതിനാണ് വില കൽപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ എന്താ സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹു നമ്മളെ പഴപ്പിച്ചിട്ട് നമ്മുടെ കാതിൽ കണ്ണിനെ മൂടിക്കളഞ്ഞിട്ട് അള്ളാഹു സഹോദരങ്ങളെ സമയം അതിക്രമിക്കുകയാ. 2 അടയാളങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളാ. ഈ ആയത്തിന്റെ തൊട്ടുടനെ അല്ലാഹു തആല 24, 25 ആയത്തുകളിലായി പറഞ്ഞ അടയാളങ്ങളുണ്ട്. ഈ പറയുന്ന രീതിയിൽ തന്നിഷ്ടത്തെ ദൈവമാക്കിയവന്റെ 2 അടയാളങ്ങൾ അല്ലാഹു പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്റെ മുസ്ലിം സഹോദരാ, നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ വെച്ച് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നല്ല രാവുകളാ നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് വേഴാഴ്ച രാവാണ്. 4 നോമ്പ് പൂർത്തീകരിച്ചിരിക്കുകയാ. സഹോദരങ്ങളെ, ഇഫ്താറിന്റെ സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു കേൾക്കുമെന്നാണ്. ഒരിക്കലും തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ്. നോമ്പ് തുറയുടെ സമയത്തുള്ള ദുആ ഒരിക്കലും അല്ലാഹു തള്ളിക്കളയൂല. 2 അടയാളങ്ങൾ അല്ലാഹു പറഞ്ഞതിൽ ഒന്നാമത്തേത് തന്നിഷ്ടക്കാര് പറയുന്നത് എന്തെന്നറിയോ? അവരുടെ അടയാളങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ ഒന്ന്, അവരെപ്പോഴും പറയുന്നത് ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളെന്നാ. ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, പരലോകമെന്ന് പറയുന്നൊരു ജീവിതമില്ല. നമൂതു വ നഹ്യാ. ഇവിടെ കുറെ ആളുകൾ മരിക്കുന്നു, കുറെ ആളുകൾ വീണ്ടും ജീവിക്കുന്നു, കുറെ ആളുകൾ മരിക്കുന്നു, കുറെ ആളുകൾ ജീവിക്കുന്നു. അല്ലാതെ പരലോകമെന്ന് പറയുന്ന ഒരു ലോകമില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വമാ യുഹ്ലികുനാ ഇല്ലദ്ദഹ്റു വമാ യുഹ്ലികുനാ ഇല്ലദ്ദഹ്റു. അവരുടെ ന്യായം എന്തെന്നറിയോ? എന്നെ ഇങ്ങനെ പഴപ്പിച്ചത് കാലമാണ്, ഇങ്ങനെ ഞാൻ മാറിപ്പോയത് കാലമാണ്, എന്റെ ഗൾഫ് ലോകമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ കള്ളു കുടിപ്പിച്ചത് ആരെന്നറിയോ? എന്റെ ഗൾഫ് പ്രവാസ ജീവിതമാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കാലത്തെ തെറി വിളിക്കുന്നവർ, കാലത്തെ ആക്ഷേപിക്കുന്ന അല്ലാഹു പറയുന്നു, വമാലഹും ബിദാലിക മിൻ ഇൽം. അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇൻഹുമില്ല യളിന്നൂ. തന്നിഷ്ട അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം ഈ ഭൗതിക ലോകം മാത്രമേ ഉള്ളൂ, ഇനി ഒരു ആഖിറമില്ലെന്ന് ചിന്തിക്കുന്നവരാ. ഖേദകരമെന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരുടെ വലിയ ഒരു പ്രളയമായിരുന്നു കോവിഡ് കാലം. നിരീശ്വരവാദികള് പെറ്റുപെരുകി, നിരീശ്വരവാദികൾ പെറ്റുപെരുകി. അല്ലാഹ് ഉണ്ടോ? അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ ഹറമ് പൂട്ടായിരുന്നു. അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും ആളുകൾ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ റബ്ബ് എവിടെയല്ലോ, പെരുന്നാളില്ലായിരുന്നല്ലോ, നോമ്പില്ല, അങ്ങനെയാണെങ്കിൽ പടച്ചോൻ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആഖിറത്തിലെ ബോധമില്ലാതെ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന നാസ്തികവാദികളുടെ ഒരു വലിയ പ്രളയമായിരുന്നു. ചിന്തിക്ക്, ഓരോ മനുഷ്യനും മാത്രമേ ഉള്ളൂ. എന്തിനാ കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്നത്? റമളാനായപ്പോ കുറെ പിന്നെ ഈ ഫേക്ക് ഐഡികളിൽ നിന്ന് കുറെ ഫേസ്ബുക്കിൽ കുറെ മെസ്സേജുകൾ പരന്നു. എന്താണെന്നറിയോ?
തീറ്റയുടെ മാസം വന്നിരിക്കുകയാണ്. തീറ്റയുടെ മാസം വന്നിരിക്കുകയാണ്. എന്ത് തീറ്റയുടെ മാസമാണോ? എന്ത് തീറ്റയുടെ മാസം? തീറ്റയുടെ മാസം വന്നിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് നാം കൃത്യമായി പരിശോധിക്കണം. എവരാരാ പരിശോധിക്കാൻ? റഖീബത്തീത. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ ഓരോ കാര്യങ്ങള്. എന്ത് തീറ്റയുടെ മാസമാണിത്? നിങ്ങൾ ചിന്തിക്ക്. നോമ്പ് തുറന്നാൽ നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നു, നമ്മൾ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നു, ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ് കഞ്ഞി കുടിക്കുന്നു. വീട്ടിലേക്ക് പോയാൽ ഒരു 80% ആളുകൾ കഴിക്കില്ല. അവരൊജ്ജലതയിലേക്ക് വാ, അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നവന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ആഖിറയില്ലെന്ന് പറഞ്ഞ് നടക്കും. ഇനി രണ്ടേരെന്നറിയോ? വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബൈനാ മാ കാന ഹുജ്ജതുഹും ഇല്ലാ അൻ ഖാലൂ യഅ്തു ബിആബായിനാ ഇൻ കുന്തും സാദിഖീൻ. ഖുർആനിന്റെ ആയത്തോതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയും, ഓ നീ പറയുന്ന ശരിയാണെങ്കിൽ കാര്യം ചെയ്, മരിച്ച ആളെയൊക്കെ ഒന്ന് ജീവിപ്പിരും. ഇതിന് വേറൊരു വെർഷൻ ഉണ്ട്. എന്താണെന്നറിയോ? പുതിയൊരു ന്യൂ വെർഷൻ. എന്താണെന്നറിയോ? മരിച്ചു പോയവരെ ജീവിപ്പിച്ചു കൊണ്ടുവാ, എങ്കിൽ ഞാനത് വിശ്വസിക്കാം എന്ന് പറയുന്നതിന്റെ ഒരു ന്യൂ വെർഷനാണ് എന്ത്? എടാ, കുഴിന്ന് വാപ്പ എണീച്ച് വന്നാൽ പോലും ഞാൻ കേൾക്കൂല. കുഴിന്ന് നിന്റെ വാപ്പ എണീറ്റ് വന്നാൽ പോലും ഞാൻ അനുസരിക്കൂല. ഇതാണ് തന്നിഷ്ടക്കാരന്റെ രണ്ടാമത്തെ അടയാളം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ജാസിയ ആയത്ത് 25. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ റമളാനിൽ നമ്മൾ ആവേശത്തോടെ ഏറ്റെടുത്ത ഈ പരിശുദ്ധമായ ഈ ഒരു ശരീരയിച്ഛയോടുള്ള നമ്മുടെ പോരാട്ടം, അത് റമളാൻ കഴിഞ്ഞാലും അത് തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഈ സാധുവിനും അതിന്റെ ഭാഗ്യം അല്ലാഹു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ രക്കുകയാണ്. അൽഹംദുലില്ലാഹ്.